നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഓണത്തിരക്കിലാറാടി മലയാളികൾ. നഗരങ്ങൾ ഗതാഗതക്കുരുക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. നാളെ നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിനൊരുങ്ങി വിശ്വാസികൾ. നാടെങ്ങും മിലാദ് സന്ദേശ ഘോഷയാത്രകൾ നടക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷ ചിന്ത ജെറോമിനെ പരിഹസിച്ച് മന്ത്രി OJ ജനീഷ്. വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന കേട്ടാൽ അറയ്ക്കുന്ന മുദ്രാവാക്യം വിളിക്കരുതെന്ന് മന്ത്രി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് മുക്കിയതുപോലെ കേരളത്തിലെ ഖജനാവ് മുക്കരുതെന്ന് ചിന്ത ജെറോം. മാളയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതായി പരാതി. 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം. എറവിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് ഇരുമ്പ് പൈപ്പ് കാർ യാത്രികയുടെ ദേഹത്ത് തുളഞ്ഞുകയറി. പുതുവറയിൽ ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 3 പേർക്കും പരിക്ക്. ഇരിങ്ങാലക്കുടയിൽ കാറിടിച്ച് ഇരുചക്രവാഹന യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. വാഴക്കോട് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിലും ജില്ലയിൽ ഓണവിപണികൾ സജീവം. ഉത്രാട ദിനം മുതൽ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നാട് ചുറ്റാനിറങ്ങും. ഉത്രാടം നാൾ മുതൽ നാലോണം വരെയാണ് പലയിടങ്ങളിലെ കുമ്മാട്ടികൾ ഓണവിശേഷങ്ങൾ ചോദിച്ചെത്തുക. 50ഓളം കുമ്മാട്ടിക്കൂട്ടങ്ങളാണ് രൗദ്രമുഖങ്ങളണിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഓണാഘോഷത്തിന് ചടുലതാളം പകരുക. വിവിധ ക്ലബ്ബുകളും കലാസാംസ്കാരിക സംഘടനകളും കുമ്മാട്ടികളെ അണിയിച്ചൊരുക്കുന്നുണ്ട്. ഉത്രാടനാളിൽ പുതൂർക്കര സാംസ്കാരിക കലാവേദി, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മുക്കാട്ടുകര യുവജന കലാവേദി, കണിമംഗലം പുനർജീവ ക്ലബ്ബ്, കിഴക്കുംപാട്ടുകര യുവകലാവേദി എന്നീ സംഘങ്ങളുടെ കുമ്മാട്ടികളാണ് ഓണത്തിന്റെ ആരവങ്ങളിലേക്ക് ചുവടുവയ്ക്കുക. അതിനിടെ തിരുവോണത്തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാട്. മഴ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഒരുക്കങ്ങളെ ബാധിക്കുന്നില്ല. പച്ചക്കറി മാർക്കറ്റിൽ തിരക്കോട് തിരക്കാണ്. പൂവിപണിയും സജീവം. ഓണത്തിന് ഒഴിച്ചുകൂടാനാകാത്ത കായവറുത്തതും ശർക്കര വരട്ടിയും വഴിയോരങ്ങളിലും ഇടം പിടിച്ചു കഴിഞ്ഞു. പായസമേളകളിലും വൻ തിരക്കാണ്. വസ്ത്രവിൽപ്പനശാലകളിൽ നിന്നു തിരിയാനിടമില്ല. പുതുമ മാറാത്ത ഓണക്കോടികളുടെ വ്യത്യസ്തത തേടി കടകളിൽ നിന്ന് കടകളിലേക്ക് പായുകയാണ് ആളുകൾ. ഓണത്തിന് പുതിയതായി എന്തെങ്കിലും വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർ ഗൃഹോപകരണശാലകളിൽ കയറിയിറങ്ങുന്നു. എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന വ്യാപാരമേളകളിലും ആൾത്തിരക്കൊഴിയുന്ന സമയമില്ല. വഴിയോര കച്ചവടക്കാരുടെ മുന്നിലും ജനക്കൂട്ടം നിറയുന്നു. ഇങ്ങനെ എല്ലായിടവും തിരക്കിലമരുമ്പോൾ വാഹന ഗതാഗതം മെല്ലപ്പോക്കിലാണ്. എന്തായാലും എത്ര വാങ്ങിക്കൂട്ടിയാലും എന്തോ ഒരു കുറവ് പോലെ തോന്നി വീണ്ടും വീണ്ടും ആളുകൾ നഗരത്തിന്റെ ആരവങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്തരാട കാഴ്ചകുല സമർപ്പണം, തിരുവോണ സദ്യ എന്നിവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ഉത്രാട കാഴ്ചകുല സമർപ്പണത്തിൽ മന്ത്രി K മുരളീധരൻ പങ്കെടുക്കും. രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിലാണ് ചടങ്ങ്. മേൽശാന്തി ആദ്യ കാഴ്ചകുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ക്ഷേത്രം ഊരാളൻ, ക്ഷേത്രം തന്ത്രി, ഭരണസമിതി അംഗങ്ങൾ എന്നിവരും സമർപ്പിക്കും. ഗുരുവായൂരപ്പന് കാഴ്ചകുല സമർപ്പിക്കാനെത്തുന്നവർക്ക് മുതിർന്ന പൌരന്മാരുടെ ദർശനവരിയുടെ ഭാഗത്ത് സൗകര്യമൊരുക്കും. കാഴ്ചകുലയുമായി നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. രാവിലെ 9 മുതൽ പ്രസാദ ഊട്ട് നൽകി തുടങ്ങും. പ്രസാദ ഊട്ടിനുള്ള വരി ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിക്കും. ഉത്രാടം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം ഉണ്ടാകില്ല. തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. തൃശൂർ തേക്കിൻകട മൈതാനിയിൽ വൈകിട്ട് 5 മണിക്ക് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഓണാഘോഷ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മെഗാ ഷോ അരങ്ങേറും. തിരുവോണ ദിവസം വൈകിട്ട് വിശ്വപ്രസാദ് അവതരിപ്പിക്കുന്ന വയലിൻ നാദവിസ്മയവും തുടർന്ന് കൊച്ചിൻ ഗിന്നസിന്റെ മെഗാ ഷോയും നടക്കും. രണ്ടോണനാളിൽ സംഗീത വിരുന്നും. ഓഗസ്റ്റ് 28-ന് കേരള കലാലയത്തിന്റെ നൃത്തനൃത്യങ്ങളും കലാസദൻ അവതരിപ്പിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. 29-ന് ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമാകും. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്തിന് പുറമെ പീച്ചി, ചാവക്കാട് ബീച്ച്, വാഴാനി, തുമ്പൂർമുഴി, സ്നേഹതീരം ബീച്ച് തുടങ്ങിയ 5 ടൂറിസം കേന്ദ്രങ്ങളിലും ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കലാസാംസ്കാരിക ആഘോഷ പരിപാടികൾ നടക്കും. തൃശൂർ ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലും സ്വരാജ് റൗണ്ടിലും പൊതുജന സുരക്ഷയും ട്രാഫിക് നിയന്ത്രണങ്ങളും ആരോഗ്യ അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിറക്കി. സ്വരാജ് റൗണ്ടിലും പരിസരങ്ങളിലും അപകടങ്ങളും അനാവശ്യ തിരക്കും ഒഴിവാക്കാൻ തൃശൂർ സിറ്റി പോലീസ് കർശന ക്രമസമാധാന പാലനവും നിരീക്ഷണവും ഉറപ്പാക്കുകയും വാഹനങ്ങൾക്ക് കൃത്യമായ ട്രാഫിക് വഴിതിരിച്ചുവിടലുകൾ ഏർപ്പെടുത്തുകയും ചെയ്യും. അനധികൃത പാർക്കിംഗ്, അമിത വേഗത, മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, ലൈൻ ട്രാഫിക് ലംഘനങ്ങൾ എന്നിവ തടയാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. അടിയന്തര
ആരോഗ്യ സാഹചര്യങ്ങൾ നേരിടാൻ ആംബുലൻസ് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഡിഎംഒയോടും താൽക്കാലിക സ്റ്റേജുകളുടെയും പന്തലുകളുടെയും ഘടനാപരമായ സുരക്ഷിതത്വം പരിശോധിച്ച് ഉറപ്പുവരുത്താൻ PWD കെട്ടിട വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിനൊരുങ്ങി വിശ്വാസികൾ. നാളെ നബിദിനം ആഘോഷിക്കും. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മൗലിദ് പാരായണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ധ്വനിയുയർന്ന രാപ്പകലുകൾക്ക് പിന്നാലെ റബി 12 പിറന്നതോടെ നാടെങ്ങും നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. അവിശ്വാസവും അന്ധവിശ്വാസവും അരങ്ങുവാണിരുന്ന കാലത്ത് മനുഷ്യരെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിലേക്ക് നയിച്ച മഹത്തായ വ്യക്തിത്വമായിരുന്നു തിരുനബി. മനുഷ്യസ്നേഹത്തിനും സഹജീവികളോടുള്ള കരുതലിനും അദ്ദേഹം നൽകിയ പ്രാധാന്യം ഇന്നും ലോകത്തിന് വഴികാട്ടിയാണ്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ടെന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന പ്രവാചക സന്ദേശം സാഹോദര്യത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ആഴം ഓർമ്മിപ്പിക്കുന്നു. മതത്തിന്റെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന സന്ദേശമാണ് പ്രവാചക ജീവിതം ലോകത്തിന് പകർന്നു നൽകിയത്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ഘോഷയാത്രകൾ, പതാക ഉയർത്തൽ, അന്നദാനം, മൗലിദ് സദസ്സുകൾ, നബിദിന പ്രഭാഷണങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, കലാകായിക മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക സേവനങ്ങളും നടക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of gold. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. ചിന്താ ജെറോമിനെ പരിഹസിച്ച് മന്ത്രി OJ ജനീഷ്. വനിതാ പ്രസിഡന്റ് ആകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കേട്ടാൽ അറയ്ക്കുന്ന മുദ്രാവാക്യം വിളിക്കരുതെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനിതാ പ്രസിഡന്റ് എന്ന DYFI തീരുമാനം സ്വാഗതാർഹമാണ്. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾക്ക് ഇത് മാതൃകയാക്കാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. അല്ല, DYFIയിൽ വനിതാ അധ്യക്ഷ വരുന്നത് വളരെ നല്ല കാര്യമാണ്.
യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്കൊക്കെ വനിതകൾ കടന്നു വരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നാളുകളിൽ യൂത്ത് കോൺഗ്രസിലും അങ്ങനെ വനിതകളൊക്കെ കടന്നു വരാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ വരണം. പക്ഷെ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് നാട്ടുകാർക്ക് കേട്ടാലറക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കരുത്. അത് ശ്രദ്ധിക്കണം. തന്നെ വിമർശിച്ച മന്ത്രി ഒ ജെ ജനീഷിന് മറുപടിയുമായി ചിന്താ ജെറോമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ കേരള മന്ത്രിസഭയിൽ ഒരു യുവാവ് അംഗമായി തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ താങ്കളുടെ സംഘടന പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ശേഖരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് മുക്കിയതുപോലെ കേരളത്തിലെ ഖജനാവ് മുക്കരുത്. താങ്കളുടെ മുൻഗാമിയെ കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ മന്ത്രിപദം ഉപയോഗിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ചിന്താ ജെറോം ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. മന്ത്രി എന്ന നിലയിൽ ലഹരി കച്ചവടക്കാരായ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർമാരെ ഉപയോഗിച്ച് നാട്ടിലെ സാധാരണക്കാരായ വനിതാ പൊതുപ്രവർത്തകരെ സൈബർ ഇടങ്ങളിൽ അവഹേളിക്കരുതെന്നും തങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിൽ പുറകിൽ നിന്നും ഉയർന്ന പ്രവർത്തകന്റെ മുദ്രാവാക്യം ശരിയല്ല എന്ന് മനസ്സിലാക്കി അതിനെ വിലക്കുവാനും ഏറ്റുവിളിക്കാതിരിക്കുവാനും അത് സ്ത്രീവിരുദ്ധമാണ്, ആവർത്തിക്കരുത് എന്ന് പറയാനുമുള്ള ആർജവം കാണിച്ചതാണ് സുഹൃത്തെ തങ്ങളുടെ രാഷ്ട്രീയം എന്നും ചിന്താ ജെറോം സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 35 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതായി പരാതി. മാള സ്വദേശികളായ ദമ്പതികളുടെ മകളെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാനാത്ത് വീട്ടിൽ മനു അദ്രിക ദമ്പതികളുടെ മകൾ ത്രിയൂതയാണ് എറണാകുളത്തെ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണിച്ച ശേഷം ലഭിച്ച കുറിപ്പിടിയുമായി മനു അഷ്ടമിച്ചിറയിലെ മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്ന് വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിന് പകരം നെബുലൈസറിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് ജീവനക്കാരി നൽകിയതെന്നാണ് പരാതി. വാങ്ങുന്നതിനിടെ സംശയം തോന്നിയതിനെ തുടർന്ന് മനു ജീവനക്കാരിയോട് ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും മരുന്ന് വായിലൂടെ കഴിക്കാനുള്ളതാണെന്ന് ജീവനക്കാരി ഉറപ്പിച്ചു പറഞ്ഞതായി മനു ആരോപിക്കുന്നു. വീട്ടിലെത്തിയ മനു കുഞ്ഞിന് മരുന്ന് നൽകി. തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായതോടെ മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അപകടനില തരണം ചെയ്തെങ്കിലും കുഞ്ഞ് നിലവിൽ ICUവിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയെ സംരക്ഷിക്കുന്നതിന് ബാങ്ക് സെക്രട്ടറി അടക്കമുള്ളവർ തങ്ങളെ ബന്ധപ്പെട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി മനു ആരോപിച്ചു. അതെ, ഒന്ന് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാമോ? സംസാരിക്കണ്ടേ അതൊന്ന് പറയൂ. ഈ കുഞ്ഞി കൊച്ചിന് ഇങ്ങനെ മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ എന്താ സംസാരിക്കണ്ടേ നിങ്ങളുടെ അടുത്ത്? അതിപ്പോ നമ്മള് എന്താ പറ്റിയ വിഷയങ്ങളൊക്കെ എന്താ പറ്റിയത്? നിങ്ങൾ എന്നിട്ട് പറ്റിയ? അതെ, ഞാനത് അങ്ങോട്ട് വരാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വന്ന ഉണ്ണിയുടെ അസുഖം മാറും. ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചിത് ചെയ്തു തരാൻ പറ്റുമോ? ഒരു ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും അതൊക്കെ ഒരു 36 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിനെയാണ് നിങ്ങൾ ഇങ്ങനെ മരുന്ന് മാറ്റി തന്ന് കൊല്ലാൻ നോക്കിയത്. എന്താ പറ്റിയെന്നുള്ളത് ഞാനും കൂടി അവിടെ വന്ന് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചിട്ട് പറ. ശരിയെന്നാ. സംഭവത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, മാള. കരിമ്പൂർ എറവ് കരുവാൻ വളവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി യുവതിക്ക് ഗുരുതര പരിക്കേറ്റു. അപകടത്തിന്റെ ആഘാതത്തിൽ റോഡരികിലെ വീട്ടുമതിലിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പ് കാറിന്റെ മുൻഭാഗം തകർത്ത് യുവതിയുടെ ദേഹത്ത് തുളഞ്ഞുകയറി. ചാഴൂർ സ്വദേശിനി പോരോത്തുവീട്ടിൽ പ്രകാശന്റെ ഭാര്യ രേഖയ്ക്കാണ് പരിക്കേറ്റത്. അപകടം നടന്നയുടൻ ഓടിയെത്തിയ നാട്ടുകാർ കട്ടർ ഉപയോഗിച്ച് ഇരുമ്പ് പൈപ്പിന്റെ ഒരു ഭാഗം മുറിച്ചുമാറ്റി അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. മുതുവറ പുഴയ്ക്കൽ വില്ലേജ് ഓഫീസിന് സമീപം ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് സ്വദേശികളായ മീനാക്ഷി, വിജിന, ശിവദത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പാട്ടരായ്ക്കൽ ദേവമാത സ്കൂളിന് സമീപം ലോറിക്ക് മുന്നിൽ ചാടി ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി ദിനേശ് ഭാഗാണ് മരിച്ചത്. തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിന് സമീപം ബസ്സിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഓട്ടോയ്ക്ക് അടിയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവറെ ചുമട്ടുതൊഴിലാളികൾ രക്ഷപ്പെടുത്തി. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മാസങ്ങളായി ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്.
വിശേഷ ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും സ്ഥിതി കൂടുതൽ ദയനീയമാവുന്നു. ആംബുലൻസുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത വിധം റോഡുകൾ സ്തംഭിക്കുന്ന അവസ്ഥയാണുള്ളത്. നഗരത്തിൽ ഗതാഗതം ശാസ്ത്രീയമായി നിയന്ത്രിക്കാൻ സ്ഥിരമായ സംവിധാനങ്ങളൊന്നുമില്ല. മുൻകാലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിനായി ഹോംഗാർഡർമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരത്തിൽ ഈ സേവനം ലഭ്യമാകുന്നില്ല. അവധി ദിവസങ്ങളിൽ ചാവക്കാട് ബീച്ചും കടൽത്തീരവും സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ കുരുക്കിന്റെ രൂക്ഷത ഇരട്ടിയാകുന്നു. നഗരത്തിലെ ട്രാഫിക് നിയന്ത്രണത്തിനായി അടിയന്തരമായി ശാസ്ത്രീയവും സ്ഥിരവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചാവക്കാട്. ഓണക്കാലത്ത് പതിവായി ഉയരുന്ന വിവിധ സമരങ്ങൾ ഇത്തവണ കാണാത്തത് സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടതിന്റെ ഫലമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 28-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഭിനന്ദനീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ ഫെഡ്, സഹകരണ കൃഷി വകുപ്പുകൾ സംയുക്തമായി ശക്തമായ ഇടപെടൽ നടത്തിയതിന്റെ ഫലമാണിത്. 100-ദിന കർമ്മ പരിപാടിയിലെ പദ്ധതികൾ ഒക്ടോബർ 8-നകം പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഷാജു പുതൂർ, ഉത്തര രാജീവ്, ഡോക്ടർ വിജയലക്ഷ്മി, ജയൻ മനയത്ത് എന്നിവരെ മന്ത്രി പുരസ്കാരം നൽകി ആദരിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ ഏറ്റവും ആദരണീയമായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ VD സതീശനും അതുപോലെ തന്നെ മന്ത്രിസഭയും അതുപോലെ തന്നെ വിവിധ വകുപ്പ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFEയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഓണത്തിന് മാവേലിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി പൂക്കളങ്ങളിൽ തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത് പ്രധാനമാണ്. ഐതിഹ്യവും ആചാരവും വിശ്വാസവും ഒത്തുചേരുന്നതാണ് തൃക്കാക്കരയപ്പന്റെ പ്രാധാന്യം. സെറ്റിന് 150 രൂപ മുതൽ ഓണാനുഭവത്തിന്റെ പ്രതീകം കൂടിയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. കാലം മായ്ക്കാത്ത തിളക്കവുമായി ഇക്കുറിയും ഉത്രാടക്കിഴി കൈമാറി. കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നു. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന ഓണപ്പുടവ എന്ന അവകാശമാണ് തിരുക്കൊച്ചി സംയോജനത്തോടെ സർക്കാരിന്റെ കീഴിലായത്. ഉത്രാടക്കിഴി പണമായാണ് നൽകുന്നത്. കൊടുങ്ങല്ലൂരിലെ പടാകുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്ത് ഗീതത്തമ്പുരാൻ, മകൾ സുപ്രിയ രാജ എന്നിവർക്കാണ് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി സമ്മാനിച്ചത്. കൊടുങ്ങല്ലൂർ തഹസിൽദാർ KP രമേശ് ഉത്രാടക്കിഴി കൈമാറി. ചടങ്ങിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ MX ഫിലോമിന, PH ഹൻസ, മേത്തല വില്ലേജ് ഓഫീസർ TR പ്രശാന്ത്, PM ദിലീപ് എന്നിവർ പങ്കെടുത്തു. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ് നൽകുന്ന പതിവുണ്ടായിരുന്നു. രാജഭരണകാലത്തിന് ശേഷം ഇതിനുള്ള തുക എൻഡോവ്മെന്റ് എന്ന പേരിൽ സർക്കാരിന് കൈമാറി. 1961 ഒക്ടോബർ 21 സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. അങ്ങനെ ഉത്രാടക്കിഴി സമർപ്പണം സർക്കാരിന്റെ ചുമതലയായി. പതിറ്റാണ്ടുകളോളം 14 രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാടക്കിഴിയിലെ തുക. ഇതിലെ ചില്ലറ തുട്ടുകൾ കിട്ടാതായതോടെ കിഴിത്തുക 15 രൂപയായി നൽകി തുടങ്ങി. പല കാലങ്ങളിലായി തുകയിൽ അല്പാൽപ്പം വർധനയുണ്ടായി. 2011 ഇപ്പോഴത്തെ 1001 രൂപയായി വർദ്ധിപ്പിച്ചത്. തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിലാണ് വിതരണം. അവകാശികളെ അതാത് താലൂക്കുകളാണ് ബന്ധപ്പെടുന്നത്. തഹസിൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശൂർ കളക്ടറേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും. തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്ക് പണമെത്തും. അതത് താലൂക്ക് തഹസിൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി സമർപ്പിക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. നാടെങ്ങും ഓണാഘോഷം കൊട്ടിക്കയറുമ്പോൾ ആഘോഷത്തിന്റെ ആരവങ്ങളിൽ TCV കുടുംബവും പങ്കുചേർന്നു. പൂക്കളമിട്ടായിരുന്നു ഓണാഘോഷത്തിന് തുടക്കം. തുടർന്ന് ആഘോഷ നിമിഷങ്ങളുടെ വരവായി. TCV സാരഥികളായ PM നാസർ, AG സുബ്രഹ്മണ്യൻ, MP തോമസ്, സന്തോഷ് എന്നിവർ ഓണാശംസകൾ നേർന്നു. എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ഓണാശംസകൾ നേർന്നു. നമ്മളുള്ള എല്ലാ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണം ആശംസ പറഞ്ഞു. എന്റെ TCV കുടുംബത്തോടൊപ്പമുള്ള ആദ്യമായിട്ടുള്ള ഓണമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചതിന് എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. ജീവനക്കാർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TCVയുടെ ഫൺ വിത്ത് മാവേലി എന്ന പരിപാടിയിലെ മാവേലിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. തുടർന്ന് ഓണക്കളികളും പാട്ടും നൃത്തവുമായി മറ്റൊരു ഓണത്തെ കൂടി TCV കുടുംബം വരവേറ്റു. TCV തൃശൂർ. പുതിയ കാലത്ത് റീലുകളിലാണ് ഓണം ആഘോഷിക്കുന്നതിന്റെ സംഗീതത്തിര ഉയർത്തുന്നത്. ഓണക്കാലത്ത് ട്രെൻഡിംഗ് ആകുന്ന പാട്ടുകൾക്കൊപ്പം സൗഹൃദ നിമിഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് മലയാളക്കര. സാഹസം എന്ന ചിത്രത്തിലെ ഓണം മൂടായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് ഹിറ്റ് പാട്ട്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ബിബിൻ അശോക് സംഗീതം നൽകി ഫെജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനത്തിന്റെ ഹാങ് ഓവർ ഈ ഓണക്കാലത്തും വിട്ടുപോയിട്ടില്ല. ഓണം മാർച്ച് 12 എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ഓണവെയിൽ ഓളങ്ങളിൽ താലികെട്ടും നേരം എന്ന ഗാനവും റീലുകളിൽ ഉച്ചത്തിൽ മുഴങ്ങുന്നു. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫ് സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാറും സോണി സായും ചേർന്നാണ്. കൊട്ടേഷൻ ഓണത്തിന് പട്ടുചാർത്താൻ ബിജിപാൽ ഒരുക്കി അദ്ദേഹത്തിന്റെ മകൾ ദയാ ബിജിപാൽ ആലപിച്ച ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എന്ന ഗാനവും റീലുകളിൽ കൊഞ്ചിപ്പാടുന്നുണ്ട്. എന്തായാലും ഓണം മൂഡിലേക്ക് കേരളം അണിഞ്ഞൊരുങ്ങുമ്പോൾ സംഗീതത്തിന്റെ കസവ് ചാർത്തി ഇനിയും ഒട്ടേറെ ഗാനങ്ങൾ പ്ലേലിസ്റ്റിൽ സ്ഥിരം സാന്നിധ്യമായുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചോണം, ഒന്നിച്ചാഘോഷിച്ചോണം. ന്യൂസ് ഡെസ്ക് TCV.
ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFE ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണറായി KJ അജികുമാർ ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. മാലിന്യ നീക്കത്തിനായി തിരുവല്ലാമല പഞ്ചായത്ത് വാങ്ങിയ ട്രെയിലർ ഉപയോഗശൂന്യമായി കാടുകയറി നശിക്കുന്നതായി പരാതി. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിനൊപ്പം ഉപയോഗിക്കേണ്ട ട്രെയിലറാണ് മാസങ്ങളായി കാടുകയറിയ നിലയിൽ കിടക്കുന്നത്. ട്രാക്ടറും ട്രെയിലറും അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കി മാലിന്യ നീക്കത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൂരാടം നാളിൽ തീർത്ത തെയ്യക്കോലത്തിന്റെ പൂക്കളം ഭക്തർക്ക് വിസ്മയമായി. ഉത്തര കേരളത്തിന്റെ അനുഷ്ഠാന കലയായ തെയ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലാണ് പൂക്കളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തെയ്യത്തിന്റെ മുഖത്തെഴുത്ത്, തലയിലെ തിരുമുടി, വസ്ത്രാലങ്കാരങ്ങൾ എന്നിവ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. പൂക്കളോടൊപ്പം പരമ്പരാഗത രീതിയിലുള്ള നാടൻ ഇലകളും ചേർത്ത് തെയ്യത്തിന്റെ ഉടയാടകളും ആഭരണങ്ങളും പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് പൂക്കളത്തിന് കൂടുതൽ ജീവസേകി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഓണാഘോഷ പരിപാടികൾ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തനിനിറം മാനേജിംഗ് എഡിറ്റർ KP മനോജ് കുമാർ മുഖ്യാതിഥിയായി. ഫോറം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് JR പ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ ഫ്രാങ്കോ ലൂയിസ്, CK ഹസൻകോയ, ജില്ലാ സെക്രട്ടറി ജോയ് M മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഓണത്തിരക്കിലാറാടി മലയാളികൾ. നഗരങ്ങൾ ഗതാഗത കുരുക്ക്. നാളെ ഉത്രാടപ്പാച്ചി. നാളെ നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിനൊരുങ്ങി വിശ്വാസികൾ. നടന്നും മിലാദ് സന്ദേശ ഘോഷയാത്രകൾ നടക്കും. ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷ ചിന്താ ജെറോമിനെ പരിഹസിച്ച് മന്ത്രി OJ ജനീഷ്. വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് കേട്ടാലറയ്ക്കുന്ന മുദ്രാവാക്യം വിളിക്കരുതെന്ന് മന്ത്രി. വയനാട് ദുരിതാശ്വാസ ഫണ്ട് മുക്കിയതുപോലെ കേരളത്തിലെ ഖജനാവ് മുക്കരുതെന്ന് ചിന്താ ജെറോം. മളയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയതായി പരാതി. 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് ICUവിൽ. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം. നിറവിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് ഇരുമ്പുവേപ്പ് കാർ യാത്രികയുടെ ദേഹത്ത് തുളഞ്ഞു കയറി. മുതുവറയിൽ ടൂറിസ്റ്റ് ബസ് വൈദ്യുതി പോസ്റ്റിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുടയിൽ കാറിടിച്ച് ഇരുചക്രവാഹന യാത്രികരായ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. വാഴക്കോട് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറഞ്ഞു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.